എഫാത്ത സ്പിരിച്വൽ ചാറ്റിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവചന ഭാഗം സങ്കീർത്തനം 46 അധ്യായം 10 വാക്യം. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. നമുക്കെല്ലാവർക്കും ഈ വചനം ഏറ്റുപറയാം. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശാന്തരായിരിക്കുന്ന സമയം വളരെ കുറവാണ്. കൂടുതൽ സമയവും നമ്മൾ അസ്വസ്ഥരാണ്, ആകുലരാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നമ്മോട് പറയുകയാണ്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഈ വചനത്തിലൂടെ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത്, ഞാൻ ദൈവമാണ്, നീ ശാന്തനായിരുന്നാൽ മതി, ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം. ഈ ഒരു ഉറപ്പാണ് ഈ വചനഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10 അധ്യായം 41 വാക്യം. ഈ ഒരു വചനഭാഗം രണ്ട് സഹോദരിമാരായിട്ടുള്ള മേരിയും മാർത്തയും ഈശോയെ സ്വന്തം ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. ഈശോ വരുന്നത് അറിഞ്ഞ് അല്ലെങ്കിൽ വരുന്നത് മനസ്സിലാക്കി മാർത്ത വളരെ സന്തോഷവതിയാകുന്നു. അവൾ എല്ലാ കാര്യവും ചെയ്യുവാൻ തിടുക്കം കൂട്ടുന്നു. എന്നാൽ മേരിയാകട്ടെ വളരെ സ്വസ്ഥമായി ശാന്തമായി ഈശോയുടെ കൂടെ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സീനാണ് നമ്മളവിടെ കാണുന്നത്. കുറച്ച് കഴിയുമ്പോൾ മാർത്ത ഈശോയോട് പരാതിപ്പെടുന്നുണ്ട്. അപ്പൊ ഈശോ അവളെ നോക്കി പറയുന്ന വചനഭാഗമാണ് ലൂക്ക 10:41. മാർത്ത മാർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഈ ഒരു വചനഭാഗം ഈശോ എന്നെയും നിങ്ങളെയും നോക്കി പറയുന്ന വാക്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുടർന്ന് ഈശോ പറയുകയാണ്, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഈ ഒരു വചനത്തിന്റെ വേറൊരു ചിന്തയാണ് സങ്കീർത്തനം 46:10. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. അതേപോലെ തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8 അധ്യായം 23 മുതൽ 27 വരെ വായിക്കുമ്പോൾ നമ്മളോട് ഈശോ പ്രവർത്തിക്കുന്ന ഒരു വലിയ അത്ഭുതം കാണുന്നുണ്ട്. കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ഈശോ. വളരെ പ്രഗത്ഭരായിട്ടുള്ള മുഖവരായിട്ടുള്ള ശിഷ്യന്മാർ ഈശോയോടൊപ്പം വഞ്ചിയിലുണ്ട്. ഈശോ കിടന്നുറങ്ങുന്നു. ഉടനെ തന്നെ വലിയ കാറ്റും കോളും കൊടുങ്കാറ്റും ഉണ്ടാകുന്നു. ശിഷ്യന്മാർ ഭയക്കുന്നു. അവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അവർ കടലിൽ പ്രഗത്ഭരാണ്, മുഖവരാണ്, അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ ഭയപ്പെട്ടു പോയ ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചുണർത്തുന്നു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പോൾ ഈശോ എഴുന്നേറ്റ്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8:26 ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു, അപ്പോൾ വലിയ ശാന്തതയുണ്ടായി. ഈശോ എഴുന്നേറ്റ് നമ്മളോടൊപ്പം നിന്നപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ശാന്തത, ഈ ശാന്തതയാണ് നമുക്ക് വേണ്ടത്. ഈശോയെ ചേർത്ത് പിടിച്ച് ഈശോ കൂടെ നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ശാന്തത, അത് തരാൻ കഴിവുള്ളവനാണ് ജീവിക്കുന്ന ദൈവമായ ഈശോ. ഈശോയുടെ തന്നെ വാക്കായ എഫാത്ത ഉറക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു ചിന്തയുമായിട്ട് നമുക്ക് കാണാം. എഫാത്ത,